മലനിരകളുണ്ടെങ്കിൽ എന്താ കുഴപ്പം? നിനക്ക് ആ യാത്ര സുഗമമായിരിക്കുകയില്ല. ഈശോ തന്റെ പീഡാസഹനത്തിലൂടെ ആ കുരിശുവൻ പിടിച്ചുകൊണ്ടുള്ള യാത്ര, പ്രിയപ്പെട്ടവരെ, ഒരു പാത നിരപ്പാക്കലിന്റെ യാത്രയായിരുന്നു. ഈശോ കൈ പിടിച്ചത് ഒരു പൽചക്രം പോലെ, അല്ലെങ്കിൽ ഈശോ കൈ പിടിച്ചത് എന്താണ്? ഒരു JCB. എന്തിനു വേണ്ടി? പാപത്തിന്റെ മലനിരകൾ നിരപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരായുധമായിരുന്നു കുരിശ്. നിന്റെ മലനിരകൾ നിരപ്പാക്കപ്പെട്ട് നിന്റെ മുൻപിൽ ഇപ്പോൾ ഒരു പുണ്യത്തിന്റെ, സുഹൃതത്തിന്റെ സുഗമമായൊരു പാത, ഒരു ദേശീയ പാത നിന്റെ മുൻപിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. കുരിശിന്റെ വഴി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ദൈവമൊരുക്കിയ ഒരു ദേശീയ പാതയാണ്. ഈശോ തന്റെ പീഡാസഹനത്തിലൂടെ ഈശോ നമുക്ക് വേണ്ടി മലനിരകൾ നിരപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ മലനിരകൾ അവൻ നിരത്തും, അവൻ പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും. ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുന്നവനാരാണ്? ഈശോയാണ്. ഈ ഇരുമ്പോടാമ്പൽ എന്തിന്റെ പ്രതീകമാണ്? പാപത്തിന്റെ ചങ്ങലയുടെ പ്രതീകമാണ് ഇരുമ്പോടാമ്പൽ എന്ന് പറയുന്നത്. മനുഷ്യന് അവന്റെ സ്വന്തം കഴിവുകൊണ്ട് പാപത്തെ തോൽപ്പിക്കാൻ, മരണത്തെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ മരണമേറ്റെടുക്കുകയും ഈശോ മരണത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. മരണത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോ ഇപ്പൊ മരണത്തിന്റെ ചങ്ങല ആരുടെ മേലാണുള്ളത്? ഈശോയുടെ മേലാണുള്ളത്. ഈശോ കൈവിരിച്ചു കഴിഞ്ഞപ്പോ എന്തു പറ്റി? ആ മരണത്തിന്റെ ചങ്ങല പൊട്ടിപ്പോയി. ഇനി ആ ചങ്ങല വെച്ച് ആരെയെങ്കിലും ബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു മനുഷ്യനെയും ഇനി ആ ചങ്ങല വെച്ച് ബന്ധിക്കാൻ പറ്റുകയില്ല. കാരണം ആ മരണത്തിന്റെ ചങ്ങല അവൻ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ, നിന്റെ സ്വർഗത്തിലേക്കുള്ള ജീവിതത്തിൽ, നിന്റെ പുണ്യത്തിലേക്കുള്ള യാത്രയിൽ നിനക്ക് ഇടർച്ചയുണ്ടായിട്ടുണ്ടെങ്കിലും, നിനക്ക് പരാജയമുണ്ടായിട്ടുണ്ടെങ്കിലും, നിനക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, നീ ഇത്രയും നാൾ ബാബിലോണിന്റെ അടിമത്തത്തിലായിരുന്നുവെങ്കിലും നീ മടങ്ങിപ്പോകുമ്പോൾ നീ തിടുക്കം കൂട്ടണ്ട, നീ പേടിച്ചോടണ്ട, നീ സമാധാനത്തിൽ യാത്ര ചെയ്താൽ മതി. കർത്താവ് നിനക്ക് മുൻപേ പോയി ഇതാ മലനിരകൾ നിരത്തിയിരിക്കുന്നു, പിച്ചളവാതിലുകൾ തകർത്തിരിക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒടിച്ചിരിക്കുന്നു.